കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ കിച്ചുവിനെതിരെ ഉണ്ടെങ്കിൽ ബിഷപ്പ് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയുണ്ടെങ്കിൽ രേണുവിനെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു കിച്ചുവിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പലരും ഈ ഒരു കിച്ചുവിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇതേ കണക്ക് ബിഷപ്പിൻ്റെ അടുത്തുണ്ടെങ്കിലും മാധ്യമങ്ങളൊക്കെ ഓൺലൈൻ മീഡിയാസ് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കിച്ചുവിനെ പറ്റി. ആ സമയത്ത് ഈ ഒരു ബിഷപ്പ് പറഞ്ഞൊരു കാര്യം, എനിക്ക് കിച്ചുവിനോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാനുണ്ടെങ്കിൽ കിച്ചുവിനെയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ആ ഒരു സമയത്ത് മീഡിയാസൊക്കെ ചോദിച്ച സമയത്ത് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, അത് ഞാൻ പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് കിച്ചുവിനോട് ഒരു ദേഷ്യവുമില്ല എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ രേണുവിൻ്റെ സഹോദരി അടുത്ത് ഇത് കണക്ക് കിച്ചുവിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് കിച്ചുവിൻ്റെ കാര്യം പറഞ്ഞത്, ഞങ്ങളെല്ലാവരും മോനെ പോലെ തന്നെയാണ് അവനെ കണ്ടിട്ടുള്ളത്, അവൻ്റെ മാനസികാവസ്ഥ എന്താ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും അവനെ ഞങ്ങളുടെ മോനെ പോലെ തന്നെ കണ്ടിട്ടുള്ളത്, എന്തൊക്കെ നടന്നു എന്ന് പറഞ്ഞാൽ പോലും. സോ എന്തായാലും ഇതിനു മുമ്പ് ഈ ഒരു ബിഷപ്പൊക്കെ ഉണ്ടെങ്കിൽ കിച്ചുവിനെതിരെയൊക്കെ സംസാരിച്ചതിൽ നിന്ന് മാറ്റി ഇപ്പം അവർ സോഫ്റ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ സംസാരിച്ച സമയത്ത് ഭയങ്കര ഹാർഷായിട്ടൊക്കെയാണ് ഈ ഒരു കിച്ചുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറാനുള്ള കാരണം കുറേയധികം പേര് പറഞ്ഞ് ഈ ഒരു നെഗറ്റീവ് കമൻസൊക്കെ ബിഷപ്പിന് വന്നതുകൊണ്ടാണ് ചേഞ്ച് ആയതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരവർ ആ ഒരു കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് എനിക്കും തോന്നിയത്. അതേ കണക്കിന് നടക്കുന്നുണ്ട് കാര്യങ്ങൾ.